അസ്സലാമു അലൈക്കും. നമ്മുടെ ഗൾഫ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. കാരണം ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വലിയ അളവിൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഗ്യാസ്, മണ്ണെണ്ണ പോലുള്ള നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല. അത് കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ കൊറോണയ്ക്ക് ലോക്ക്ഡൗൺ ആക്കിയതുപോലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നാളെ മുഖ്യമന്ത്രിമാരുടെ എല്ലാ യോഗം വിളിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ. അപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് കാരണം ഏറ്റവും ചുരുങ്ങിയത് 2 മാസത്തിനുള്ള ധാന്യങ്ങളെങ്കിലും, അരി, പരിപ്പ്, കടല, എണ്ണ, ഉപ്പ് പോലുള്ള സാധനങ്ങൾ 2 മാസത്തിനെങ്കിലും നാം ഓരോ വീടുകളിലും സ്റ്റോക്ക് വെക്കണം. അനാവശ്യമായ വിരുന്നുകളും അനാവശ്യമായ ചിലവുകളും കുറക്കുക. ആഡംബരങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണത്തിന് ഒരു 4-5 കറികളും കൂട്ടുകളും ഉപ്പേരികളും പപ്പടവും ഒഴിവാക്കി ഒരു നേരത്തെ ആഹാരം വിശപ്പ് തീർക്കാൻ വേണ്ടി മാത്രം നാം ധാന്യങ്ങളും മറ്റും ഉപയോഗിക്കുക. ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, നാം കയ്യിൽ ക്യാഷായിട്ട് തന്നെ സൂക്ഷിക്കുക. അല്ലാതെ ബാങ്കിൽ എനിക്ക് ലക്ഷങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ATM കാർഡോ മറ്റു സംവിധാനങ്ങളോ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ആരും വിചാരിക്കേണ്ട. അതിലൊക്കെ നിയന്ത്രണങ്ങൾ ചിലപ്പം വന്നെന്ന് വരാം. അത് കാരണം കയ്യിൽ ക്യാഷ് ഇല്ലാത്തവർ, ബാങ്കിൽ ക്യാഷ് ഉള്ളവർ അതിൽ ക്യാഷ് ആവശ്യത്തിന് എടുത്ത് കയ്യിൽ ക്യാഷായിട്ട് സൂക്ഷിക്കുക. അമിതമായ ചെലവ് ഒഴിവാക്കുക. ഞാനിത് പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല. പത്രമാധ്യമങ്ങളിലൂടെ നാം ദൈനംദിനം അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ വെച്ച് സംസാരിക്കുകയാണ്. അത് കാരണം എൻ്റെ കുടുംബങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ നാം ഇന്ന് തന്നെ കരുതിയിരിക്കുക. പ്രത്യേകിച്ച് ആഡംബരങ്ങളും വിരുന്നുകളും കുറയ്ക്കുക. സ്വന്തം വണ്ടിയുള്ളവർ ചുമ്മാ കാർ എടുത്തിട്ട് ഒറ്റയ്ക്കുള്ള യാത്രക്ക് ഒഴിവാക്കി കഴിയുന്തോറും ബസ്സുകളിലും മറ്റും പൊതുജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതിൽ നാം യാത്ര ചെയ്യുക. വളരെ അനുസരിച്ച്, വളരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയില്ലാതെ ഒരു പക്ഷേ നിൽക്കാൻ കഴിയും. ഏക ഇലാഹായ റബ്ബ് നമ്മുടെ നാടിനെ എല്ലാ വിപത്തിൽ നിന്നും കാക്കണമേ എന്ന പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും.